എല്ലാവർക്കും ടേസ്റ്റി വിത്ത് മൈൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴി നിറച്ചതാണ്. ഇത് നമ്മുടെ വീട്ടിൽ അതിഥികളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കിടിലൻ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. കോഴി നിറച്ചതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലൊരു കോഴി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ മസാലക്കൂട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോഴി എല്ലായിടവും ഇതുപോലൊന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് മസാലയൊക്കെ എല്ലായിടത്തോട്ടും നന്നായിട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനിതുപോലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി കേട്ടോ അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 4 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചിക്കനിലോട്ട് എല്ലായിടത്തോട്ടും ആകുന്നത് പോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മസാല തേക്കുന്ന സമയത്ത് നമ്മൾ കോഴിയുടെ അകത്തോട്ടും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്കിത് കഴിക്കുന്ന സമയത്ത് അകത്തൊക്കെ നന്നായി മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അകത്തൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തൊക്കെ മസാല പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തലേ ദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യാം. അതുപോലെ നമ്മളിതൊരു 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കോഴിയുടെ അകത്ത് നിറച്ച് കൊടുക്കാനുള്ള ഒരു മസാലക്കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ടൊരു 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളർ ആകണമെന്നില്ല. കാരണം നമ്മൾ അകത്തോട്ട് നിറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം ഒന്ന് വാടി കിട്ടിയാൽ മതിയായിരിക്കും. ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ ഒരല്പം ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഇതേ നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഒരുപാട് കളറൊന്നും വേണ്ട. ഇതിലോട്ട് ഞാനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചേർത്തത് ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗരം മസാല മതിയെന്നുണ്ടെങ്കിൽ അത് ചേർത്തോളൂ. ഈ ഈസ്റ്റേൺ ചിക്കൻ മസാല ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല ചേർത്തത്. എല്ലാ സമയത്തും ഞാൻ ഗരം മസാലയാണ് ചേർക്കാറ്. പക്ഷേ ഇതൊരു തവണ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ മസാല ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്തോളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല തന്നെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ദേ നമ്മളുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കോഴിയിലോട്ട് അങ്ങ് നിറച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലോട്ട് വേറൊന്നും ചേർക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതേ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോഴി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല നിറച്ച് കൊടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം മസാല നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മസാല നിറച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് പുഴുങ്ങിയ മുട്ട കൂടെ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കോഴി ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ ഒരെണ്ണേ വെക്കാനൊക്കെയുള്ളൂ. നിങ്ങൾ എടുക്കുന്നത് അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 1-2 വെച്ച് കൊടുത്തിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലകളൊക്കെ വൃത്തിയായിട്ട് അതിനകത്തോട്ട് അങ്ങ് നിറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മസാലകളൊക്കെ നിറച്ച് കഴിഞ്ഞ ശേഷം ഈ ഭാഗം ക്ലോസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ എല്ലാ മസാലയും പുറത്ത് ചാടി പോവില്ലേ.
അപ്പം ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാകത്തിന് വേണം നമ്മൾ നിറയ്ക്കണം. ഒരുപാട് നിറച്ച് കഴിയുന്ന സമയത്ത് നമുക്കിത് ക്ലോസ് ചെയ്യാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൂചിയും നൂലൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തുന്നിയിട്ട് വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ടൂത്ത് പിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താലും നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സൂചിയും നൂലും എടുത്തിട്ട് ഒന്ന് തുന്നി കൊടുത്താലും മതി. അതിന് ശേഷം ചിക്കനൊക്കെ വെന്ത് കഴിയുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ നൂലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ കോഴിയുടെ കാലും കൂടെ നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ കാല് കെട്ടിയില്ലെങ്കിൽ പിന്നെ അതും ഒരു എന്താ പറയുക, വെന്ത് കഴിയുന്ന സമയത്ത് ചിലപ്പം ഈ മസാലയൊക്കെ വെളിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാലൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് നമുക്ക് ഇതുപോലൊരു നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. എക്സസ് ആയിട്ട് നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കോഴി നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കോഴി വെന്തു പോകും. അപ്പോൾ ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കോഴി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിരിക്കും കേട്ടോ കോഴിയുടെ വേവൊക്കെ. എനിക്ക് ഒരു വിസിൽ മതിയായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഴീനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഓവറായിട്ട് അങ്ങ് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് നേരം പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോഴിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു റെഡ് കളർ വരുമല്ലോ, ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് പൊരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതേ നമ്മളുടെ കോഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മസാല കൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് ഈ മസാല ചെയ്യാൻ പോകുന്നത്. അതിനകത്തുനിന്ന് ഒരല്പം എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസിൽ 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതേ നമുക്ക് നമ്മളുടെ സവോള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴന്നെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 തക്കാളി, മീഡിയം സൈസിലൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വേകുന്ന വരെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ദേ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ, ആ വാട്ടർ നമ്മളിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഒരുപാട് നന്നായിട്ട് ഒന്ന് വറ്റി നല്ലോണം കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ടുള്ള ഉപ്പും മസാലയൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. എന്നിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാല ഒരുപാടങ്ങ് വറ്റി പോകേണ്ട ആവശ്യമില്ല, ഒരല്പം ഗ്രേവി ആവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് കോരിയിട്ട് മേളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഗ്രേവിയിൽ പുരട്ടിയെടുക്കണം. അപ്പോഴേ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ.
അപ്പം നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ടൂത്ത് പിക്കൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന നൂലും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യാം. അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വേറെയും ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ റെസിപ്പികളുടെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.